രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഒരിക്കലും അച്ഛൻ്റെ വാക്കിനെ ലംഘിക്കാൻ പാടില്ല. ആരാണോ പിതാവിൻ്റെ വാക്കിനെ ലംഘിക്കുന്നത് അവർ ജീവിച്ചിരിക്കവേ തന്നെ മരിച്ചതിന് തുല്യമാണ്. അതിനാൽ അരയോ കുഞ്ഞെ, നീ അയോധ്യയിലേക്ക് മടങ്ങിച്ചില്ല. അവിടെ സിംഹാസനത്തിലിരുന്നിട്ട് അയോധ്യയെ ഭംഗിയായി സംരക്ഷിക്കുക. ഞാൻ കാട്ടിൽ വസിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ലോകത്തിൻ്റെ മുഴുവൻ ശ്രേയസ്സിൻ്റെ മാർഗം രാമനാൽ ഉക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ധർമ്മത്തിൻ്റെ ബന്ധാവ്. ഇതാണ് ലോകത്തെ മുഴുവൻ ശാന്തിയിലേക്ക്, അനുനിമിഷം ശ്രേയസ്സിലേക്ക് നയിക്കുന്നത്. ഇതിനപ്പുറം വേറൊന്ന് ഇക്കാര്യത്തിൽ ഇതേപോലുള്ള പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക സങ്കടങ്ങളിൽ പറയാനായിട്ട് വേറെയൊന്നുമില്ല. ആ അവസരത്തിൽ ഇത് കേട്ട് ഭരതനാകെ ദുഃഖിതനായി. എന്ന് മാത്രമല്ല, ഭരതൻ പിതാവിനോട് ദേഷ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഭരതൻ എന്താ പറഞ്ഞത്? ഭരതൻ പറഞ്ഞു, കാമുകനായ താതൻ, മൂഢമാനസൻ, സ്ത്രീജിതൻ, ഭ്രാന്തൻ, ഉന്മത്തൻ, വയോധികൻ. ഭരതൻ്റെ വാക്കുകളാണ്. അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഭരതൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ ഇങ്ങനെ അമ്മയ്ക്ക് രാമൻ കാടുവാഴണമെന്ന് ആജ്ഞ കൊടുത്തിരിക്കുന്നു, ഞാൻ നാടുവാഴണമെന്നും ആജ്ഞ കൊടുത്തിരിക്കുന്നു എന്ന് വന്നപ്പോൾ ഭരതൻ അങ്ങനെ പറയാതെ നിവൃത്തിയില്ല. ആ ക്രോധത്താലും ദുഃഖത്താലും ഇങ്ങനെ ഭരതൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് രാമൻ തടഞ്ഞു. നോക്കിക്കോണം, ഇവിടെയാണ് മനുഷ്യമഹത്വം ഭരതനിലും നാം കാണുന്നു. തനിക്ക് അവിചാരിതമായി കൈവന്ന സാമ്രാജ്യം, സമുദ്രം വരെയുള്ള ഭൂമിയുടെ ഏകാധിപത്യമാരാണ് അയോധ്യയിലെ രാജാക്കന്മാർ. ആ ആധിപത്യമാണ് ഇതാ കൊണ്ടുവന്ന് രാമപാദങ്ങളിൽ സമർപ്പിച്ച് നിർബന്ധപൂർവകമായിട്ട് രാമനെ മടക്കി വിളിക്കുന്നത് ഭരതൻ. ഭരതൻ്റെ വലിപ്പം, ശത്രുഘ്നൻ്റെ വലിപ്പം നമുക്കിവിടെ കാണാം. അതേസമയം അച്ഛൻ്റെ ആജ്ഞയെ ഓർമ്മിപ്പിച്ചിട്ട് അതനുസരിക്കാൻ എനിക്കും നിനക്കും ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഭരതനെ മടക്കി അയക്കുന്ന രാമൻ്റെ വലിപ്പവും നമുക്ക് അവിടെ നേരിട്ട് കാണാം. രാമൻ ഉടൻ തന്നെ ഭരതൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തടഞ്ഞിട്ട് പറഞ്ഞു, ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല. കുഞ്ഞെ, നീ കേട്ടോ, അദ്ദേഹം രാജാവാണ്. രാജാവായിരിക്കുന്ന ദശരഥൻ നാരീജിതനല്ല, കാമിയല്ല, പിന്നെയോ മൂഢമാനസനുമല്ല. താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതിന് ഏതുമേ ദോഷം പറയരുതോർക്ക നീ. അസത്യത്തെ ഭയന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ നിശ്ചയിച്ചത്. അദ്ദേഹം 2 വരങ്ങൾ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അമ്മ ചോദിച്ചു. കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. കൊടുത്തില്ലെങ്കിൽ അത് അസത്യമായി തീരും. അതുകൊണ്ട് ഒരിക്കലും അച്ഛനോട് കോപിക്കരുത്. അദ്ദേഹം ആ അവസരത്തിലും ധർമ്മത്തിൽ തന്നെ, സത്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നു. അതിനാൽ നാം ആ പാദങ്ങൾ പവിത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ പാദങ്ങളെ നാം നമസ്കരിക്കണം. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോഴേക്കും ഭരതൻ്റെ മറുപടി ഇതായിരുന്നു. എങ്കിൽ അച്ഛനിങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് നമുക്ക് അനുഷ്ഠിക്കാം. എങ്ങനെ? എങ്കിൽ ഞാൻ വാഴുവേൻ വനേ, നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. ഞാൻ കാനനത്തിൽ വസിക്കാം. നിന്തിരുവടി അങ്ങ്, എനിക്ക് അങ്ങയുടെ പാദങ്ങൾ അങ്ങേയറ്റം പൂജ്യമാണ്, പൂജനീയമാണ്. അങ്ങ് അയോധ്യയിൽ ചെന്ന് അയോധ്യാധിപനായി വാഴണം. ഞാൻ അങ്ങയുടെ അനുജനാണ്. അനുജൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ മകനാണ്.
അങ്ങയുടെ പാദങ്ങൾ എനിക്ക് ഏറ്റവും ആരാധ്യമാണ്, അതാണ് നിൻ തിരുവടി എന്ന് തന്നെ ഭരതൻ പറയുന്നേ. അതുകൊണ്ട് അങ്ങയുടെ പുത്രനായ ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങ് കാട് വാഴണം എന്നല്ലേ അച്ഛൻ പറഞ്ഞത്, അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാട് വാഴും, അങ്ങ് നാട് വാഴണം. ഇതായിരുന്നു ഭരതൻ രാമനോട് ഉടനെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ്റെ വാക്ക് തെറ്റില്ലല്ലോ, അത് ശരിയായി നടക്കുമല്ലോ. കാട് വാഴുക എന്നുള്ളതും നാട് വാഴുക എന്നുള്ളതും നമ്മൾ രണ്ടുപേരും ചെയ്യുന്നു. അപ്പോഴേക്കും രാമൻ മറുപടി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് നിനക്ക് നാട് എനിക്ക് കാട് എന്നാണ്. അത് മാറ്റാനുള്ള അധികാരം നമുക്കില്ല. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം. നാം അത് പരസ്പരം വെച്ച് മാറാൻ പാടില്ല. ഞാൻ കാട് വാഴണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെ വാഴണം കാട്ടിൽ, നീ നാട് വാഴണമെന്ന് പറഞ്ഞത് നീ തന്നെ നാട്ടിൽ ഭരിക്കണം. മാറ്റം വരുത്താൻ പാടില്ല. നമ്മൾ തമ്മിൽ സുദൃഢമായ സ്നേഹബന്ധമുണ്ട്. ആ സ്നേഹബന്ധത്തിന് ഒരു പരിധിയില്ല. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ അച്ഛൻ്റെ വാക്കിനെ പരസ്പരം കൈമാറി നടപ്പിലാക്കാം എന്ന് വച്ചു കഴിഞ്ഞാൽ അത് സത്യവിരോധമായി തീരും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പാടില്ല. എങ്കിൽ അങ്ങനെ തന്നെ രാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭരതൻ്റെ മറുപടിയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അങ്ങ് കാട്ടിൽ തന്നെ വസിക്കും 14 വർഷവും എന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങ് എനിക്കൊരു അനുഗ്രഹം തരണം. അങ്ങയുടെ മകൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹം. സൗമിത്രി കാട്ടിൽ വസിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ സൗമിത്രി അങ്ങയോടൊപ്പം കാനനത്തിൽ വസിച്ചിട്ട് അങ്ങയെ സേവിക്കുന്നു. സൗമിത്രിക്കുള്ള ലക്ഷ്മണനുള്ളതായ ആ മഹാഭാഗ്യം, അങ്ങയെ സേവിക്കാനുള്ള മഹാഭാഗ്യം അങ്ങ് എനിക്കും കൂടി തന്ന് എന്നെ അനുഗ്രഹിക്കണം. ഈ 14 വർഷവും അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ അങ്ങ് കാട്ടിൽ വസിക്കുക. അങ്ങയോടൊപ്പം ഞാനുണ്ടാകും. എങ്ങനെയാണോ ലക്ഷ്മണൻ അങ്ങയെ സേവിക്കുന്നത്, അതേ പ്രകാരത്തിൽ ഞാൻ അങ്ങയെ സേവിച്ച് ഇവിടെ കാനനത്തിൽ വസിച്ചു കൊള്ളാം. ഇങ്ങനെ ഭരതൻ പറഞ്ഞപ്പോഴേക്കും ഭരതൻ്റെ ആ നിശ്ചയത്തിൻ്റെ ദാർഢ്യം നമുക്ക് മനസ്സിലാകും, നമുക്ക് അനുഭവവേദ്യമായി തീരും. പക്ഷേ രാമൻ അതിനും സമ്മതിക്കുന്ന മട്ടില്ല എന്ന് വന്നപ്പോൾ ഭരതൻ പറഞ്ഞു, അങ്ങ് ഇതിനും അനുവദിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പ്രാണൻ ഉപേക്ഷിക്കും. ജലപാനവും ഭക്ഷണവും വെടിഞ്ഞ് ഇവിടെ പ്രായോപവേശം ചെയ്യും. പ്രാണൻ ഈ ശരീരത്തെ വിട്ടുപോകുന്നതുവരെ ഞാൻ ഇവിടെ ദർഭയുടെ പുറത്ത് തന്നെ തപസ്സമാധിയിലിരിക്കും. ദർഭ വിരിച്ച് കിഴക്ക് തിരിഞ്ഞ് നിന്നപ്പോൾ വെയിലത്ത് പൊക്കൂ ഭരതനും. ഭരതൻ ഉടനെ തന്നെ ശത്രുഘ്നോട് കൽപ്പനയായി ദർഭപുല്ല് വിരിക്കാൻ. ശത്രുഘ്നൻ ദർഭപുല്ല് വിരിച്ചു. ആ ദർഭപുല്ലിൽ കയറി ഭരതൻ. എന്നിട്ട് കിഴക്ക് തിരിഞ്ഞ് കിഴക്ക് അഭിമുഖമായി നിന്നിട്ട് പ്രായോപവേശം ആരംഭിച്ചു. ഒന്നുകിൽ അങ്ങയെ സേവിക്കുവാനുള്ള അവസരം എനിക്ക് തരണം കാനനത്തിൽ പാർത്ത്, അതല്ലെങ്കിൽ ഞാൻ പ്രായോപവേശം ചെയ്യും. ഇതാണ് ഭരതൻ പറഞ്ഞത്. അത് ആരംഭിക്കുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഭരതൻ അങ്ങനെ പ്രായോപവേശം ചെയ്യാൻ പാടില്ല. താൻ ഭരതനോ പറഞ്ഞു കേൾപ്പിക്കേണ്ടതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഭരതൻ്റെ നിശ്ചയദാർഢ്യത്തിന് ഇളക്കം വന്നിട്ടില്ല. രാമൻ വസിഷ്ഠ ഋഷിയുടെ മുഖത്തേക്ക് നോക്കി. അത് ഒരു സൂചനയായിരുന്നു. രാമതത്വം ഭരതനെ ഗ്രഹിപ്പിച്ച് ശത്രുഘ്നെയും ഗ്രഹിപ്പിച്ച് ഈ പ്രായോപവേശ കർമ്മത്തിൽ നിന്നിട്ട് അവരെ പിന്തിരിപ്പിച്ച് അവരെ കാത്തിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി വസിഷ്ഠ ഋഷി ഭരതൻ്റെ സമീപത്ത് ചെന്നു. ശത്രുഘ്നെയും ഭരതൻ്റെയും സമീപത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? രാമൻ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനല്ല. രാമനാകുന്നത് നാരായണൻ വരൻ.
ഉള്ള യാഥാർത്ഥ്യം മറ്റാരും കേൾക്കാതെ രാജകുമാരനെ അറിയിക്കുകയാണ്. അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ലക്ഷ്മണൻ അനന്തരാണ്, സീത മഹാലക്ഷ്മിയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. അവർ കാനനത്തിലേക്ക് വന്നിരിക്കുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. രാവണനെ കൊല്ലുക. അതാണ് മുഖ്യമായിരിക്കുന്ന കർമ്മപദ്ധതി. അതോടൊപ്പം ആയിരം കർമ്മങ്ങൾ അനേകം ഋഷിമാർക്ക് ദർശനമരളി അവരുടെ തപസ്സിൻ്റേതായ ഫലം അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനേക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. ദേവന്മാരുടെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതറിഞ്ഞുള്ളൂ. രാമന് നാട്ടിലേക്ക് 14 വർഷം തികയുന്നതിന് മുമ്പ് മടങ്ങി വരാൻ പാടില്ല. എങ്കിൽ ദേവകാര്യർത്ഥം നടക്കാതെ വരും. അല്ലയോ ഭരത, നിന്റെ മനസ്സിൽ കൈകൈ ചോദിച്ച വരങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദുഃഖമുണ്ട്. നീ അത് കളയണം. അതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് വസിഷ്ഠൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. മന്ധരാവാക്യവും കൈകൈ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ. ദേവന്മാർ ചെയ്തതാണതെല്ലാം. മന്ധര അങ്ങനെയെല്ലാം കൈകൈയോട് പറഞ്ഞത് ദേവന്മാരെ മന്ധരയുടെ നാവിൽ വിളങ്ങിയിട്ട് അവർ മന്ധരയുടെ മനസ്സിലും വിളങ്ങിയിട്ട് മന്ധരയെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. അത് കേട്ടിട്ട് കൈകേയി ഈ പ്രകാരത്തിൽ രാജാവിനെ നിർബന്ധിച്ചതും ദേവന്മാരുടെ കർമ്മപദ്ധതിയായിരുന്നു. എന്തിന്? രാവണവധത്തിനുള്ളതായ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രാമൻ മടങ്ങി വരുന്നതുവരെ രാമൻ്റേതായിരിക്കുന്ന ഈ അയോധ്യയെ രക്ഷിക്കാനുള്ള ചുമതല നിനക്കുള്ളതാണ്. ചെന്ന് അയോധ്യാപുരിപുക്ക് വസിക്ക നീ. വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും. നീ അയോധ്യാപുരിയിലേക്ക് പ്രവേശിക്കുക. അയോധ്യയെ രക്ഷിച്ചുകൊണ്ട് അവിടെ വസിക്കുക. രാമൻ മടങ്ങി വരും, ദേവി മടങ്ങി വരും, അനുജൻ ലക്ഷ്മണൻ മടങ്ങി വരും. 14 വർഷം തികയുമ്പോഴേക്കും എങ്ങനെ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. രാവണനെ അദ്ദേഹത്തിൻ്റെ അക്രമികളായിരിക്കുന്ന പുത്രന്മാരോടൊപ്പം വധിച്ച് ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു മടങ്ങി വരും. ഒരു കാരണവശാലും നീ ദുഃഖിതനാകരുത്. ഇങ്ങനെ ദേവരഹസ്യം ഗുരുനാഥൻ ഭരതനോട് പറഞ്ഞു. ഭരതൻ അത് കേട്ടു. ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു. ഭരതൻ്റെ മനസ്സിൽ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വലിയ അത്ഭുതമായി. തൻ്റെ ജ്യേഷ്ഠൻ സാക്ഷാൽ നാരായണൻ ഇതിൽ ഒരു മഹാഭാഗ്യവന്തിരിക്കുന്നു. അവതാരകാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണിതെല്ലാം. അതോർത്ത് അത്ഭുതപ്പെട്ടിട്ട് രാമൻ്റെ സമീപത്ത് ചെന്ന് അനുജനോടൊപ്പം രാമൻ്റെ സമീപത്ത് ചെന്ന് നമസ്കരിച്ചുകൊണ്ട് രാമനോട് പറഞ്ഞു, പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായത്തെ പാദബുദ്ധ്യ മമ സേവിച്ചുകൊള്ളുവാൻ. അങ്ങയുടെ പവിത്രങ്ങളായിരിക്കുന്ന പാതുകങ്ങളെ തന്നാൽ അങ്ങയുടെ ഈ പാതുകങ്ങളെ അങ്ങയുടെ പാദമായി സങ്കല്പിച്ച് ഞാൻ സേവിച്ചുകൊള്ളും. ഒരിക്കലും അങ്ങയുടെ പാദങ്ങളെ വേർപിരിയാൻ എനിക്കാവില്ല. പക്ഷേ ദേവകാര്യാർത്ഥം പുറപ്പെട്ടിരിക്കുന്ന അങ്ങയ്ക്ക് ഇങ്ങനെ കാനനത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിരിക്കുന്നു. എങ്കിലും എനിക്ക് ഈ പാദങ്ങളെ വേർപിരിയാനാവില്ല. ഈ പാതുകങ്ങളെ പാദമായി സങ്കല്പിച്ചിട്ട് ഞാൻ പാതുകങ്ങളെ സേവിക്കും. ശ്രീരാമചന്ദ്ര മഹാപ്രഭു അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും